ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന്റെ മേൽവിലാസമായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ഇന്ന് 83-ാം പിറന്നാൾ. സ്വയംവരം മുതൽ പിന്നെയും വരെ അടൂർ സമ്മാനിച്ചത് മലയാളം കടപ്പെട്ടിരിക്കുന്ന എണ്ണം പറഞ്ഞ സിനിമകളാണ്. സത്യജിത് റേ ഇന്ത്യൻ സിനിമയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചെങ്കിൽ മലയാള സിനിമയെ പരിചയപ്പെടുത്താൻ അടൂരുണ്ടായിരുന്നു. നാടകത്തോടായിരുന്നു കമ്പം. സർക്കാർ ജോലി ഉപേക്ഷിച്ച് തിരക്കഥാരചനയും സംവിധാനവും പഠിക്കാൻ 1962 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വലിയ നിര പ്രേക്ഷകരിലേക്ക് എത്തുന്നതിലും ചലച്ചിത്രങ്ങൾക്കുള്ള കഴിവ് അടൂരിനെ ആകർഷിക്കുകയായിരുന്നു. മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് തുടക്കം കുറിച്ച സ്വയംവരമാണ് ആദ്യ ഫീച്ചർ ഫിലിം. പച്ചയായ ജീവിത മുഹൂർത്തങ്ങളെ അടയാളപ്പെടുത്തി സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അടൂർ ചിത്രങ്ങളിൽ അതിനാടകീയ രംഗങ്ങൾക്ക് സ്ഥാനമില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടിയായി വിലയിരുത്തപ്പെടുന്ന എലിപ്പത്തായം കേരളത്തിന്റെ ഒരു കാലഘട്ടത്തെ വരച്ചിടുന്നതാണ്. മതിലുകളിൽ തടവുകാരുടെ ചെറിയ ലോകത്ത് ബഷീറും നാരായണിയും അവരുടേതായ ലോകം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ബഷീറിന്റെ കഥയെ അപ്രപാളിയിലേക്ക് ആകർഷിച്ച് അടൂർ നേടിയെടുത്തത് അതിരില്ലാത്ത അംഗീകാരങ്ങളാണ്. സക്കറിയയുടെ എഴുത്തിനെയാണ് അടൂർ വിധേയനിൽ ചിത്രീകരിച്ചത്. സൂപ്പർ താരത്തിന്റെ പൊലിമ അഴിച്ചുവെച്ച് മമ്മൂട്ടി ഈ ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രമായി. സ്വാതന്ത്ര്യത്തിനും 10 വർഷം മുൻപ് മുതൽ 80കളിലെ ഇടതുപക്ഷ ഭരണകാലം വരെയുള്ള സാമൂഹിക ചരിത്രം കഥാപുരുഷൻ വിവരിച്ചു പറഞ്ഞു. തൂക്കുമരത്തിലേക്ക് വിധിക്കപ്പെട്ട നിരപരാധിയായ മനുഷ്യനും അവൻ പ്രതിയല്ലെന്നറിഞ്ഞിട്ടും കഴുത്തിൽ കുരുക്കിടാൻ വിധിക്കപ്പെട്ട ആരാച്ചാരും തമ്മിലുള്ള ആന്തരിക സംഘർഷമാണ് അടൂരിന്റെ നിഴൽക്കൂത്ത്. കലാമൂല്യത്തെ ക്രാഫ്റ്റ് സമന്വയിപ്പിച്ച് അടൂർ പിന്നെയും ഒരുക്കി നിരവധി ചിത്രങ്ങൾ. 2016 ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ അടൂർ അവസാനമായി സിനിമയൊരുക്കുന്നത്. തന്റെ ഓരോ ചിത്രങ്ങളിലൂടെയും പ്രേക്ഷകരെ സമാന്തര സിനിമയിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുകയായിരുന്നു അടൂർ. ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ, പത്മശ്രീ, സംസ്ഥാന പുരസ്കാരങ്ങൾ, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, അങ്ങനെ അടൂരിനെ തേടിയെത്താത്ത അവാർഡുകളും അംഗീകാരങ്ങളും വിരളം. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.